തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെന്ന് ADGP അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ പ്രഖ്യാപനം ഇതിന് ഉദാഹരണമാണ്. ആരെക്കൊണ്ടും അനക്കാൻ പറ്റാത്ത ആത്മബന്ധമെന്ന് പ്രതിപക്ഷം. തൃശൂർ പൂരം അലങ്കാരമാക്കിയത് സംഭവത്തിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ നടന്നിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ അന്നത്തെ കമ്മീഷണർ അങ്കി അശോകന് വീഴ്ച പറ്റി. കമ്മീഷണറുടെ പരിചയക്കുറവ് വീഴ്ചയെന്നും ADGP MR അജിത് കുമാർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. എല്ലാ കുറ്റത്തിനും ഉത്തരവാദി കമ്മീഷണറും പോലീസുകാരും. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥി സുനിൽ കുമാറും വളരെ ഗൗരവപൂർവ്വം പരാതികൾ ഉന്നയിച്ചു വരികയാണ്. മുഖ്യമന്ത്രിയുടെ അലംഭാവത്തെ പറ്റിയും സുനിൽ കുമാർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ മുരളീധരന്റെ സംശയം മോദിയും മുഖ്യമന്ത്രിയും ചേർന്നുണ്ടാക്കിയ രഹസ്യധാരണയുടെ ഫലമാണ് തൃശൂരിൽ താമര വിരിഞ്ഞത്. ഇതിന് ഉദാഹരണമാണ് കർണാടകയിൽ മോദി റോഡ് ഷോ നടക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത്. ആ ധാരണയുടെ ഭാഗമാണ് ഇപ്പോൾ ED എവിടെ, അന്വേഷണം എവിടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വട്ടം കറങ്ങിയത് എന്തിന് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും മുരളീധരനും ഉയർത്തുന്നത്. MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ സംഘം തൃശങ്കുവിൽ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ലക്ഷ്മണരേഖ മുന്നറിയിപ്പായി. ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ക്ലീൻ ചിറ്റ് നൽകി സംരക്ഷിക്കുമെന്ന് ഉറപ്പിക്കുന്ന മുഖ്യന്റെ പരസ്യപ്രഖ്യാപനം ADGPക്കെതിരെ നടത്താനിരുന്ന അന്വേഷണം തൃശങ്കുവിലായി. അന്വേഷിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും വിജിലൻസിനെയും മുഖ്യമന്ത്രി പ്രഖ്യാപനം വെട്ടിലാക്കിയിരിക്കുകയാണ്. പരാതി രേഖാമൂലം നൽകിയ ഭരണകക്ഷി MLA PV അൻവറിനെയും തള്ളിപ്പറഞ്ഞാണ് കൈവിട്ടത്. മുഖ്യമന്ത്രി തീരുമാനം വെളിവായതോടെ അൻവറും സംഘവും കുടുക്കിലായി. അന്വേഷണം നടത്തുന്നതിൽ IG-യും DIG-യും അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. വിചിത്രം. ഇതെല്ലാം കാരണമാണ് അന്വേഷണം തുടക്കം തൊട്ട് സംശയത്തിൻ്റെ നിഴലിൽ ഇഴഞ്ഞു നീങ്ങുന്നതെന്നായിരുന്നു സുനിൽ കുമാറിൻ്റെ ആരോപണം. 5 കാര്യങ്ങളെപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. ഇതിനായി ഒരു തെളിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് മേലെ ഒരു ഇലയും അനങ്ങില്ല എന്നത് പരാതിക്കാരായ PV അൻവറിനും കൃത്യമായി അറിയും. ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ അപ്പം നോക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതോടെ വിജിലൻസും വെട്ടിലായി. അന്വേഷണ വിധേയനായ അജിത് കുമാറിനെ അന്വേഷണം പൂർത്തിയാകുന്നവരെ മാറ്റി നിർത്തണമെന്ന് വിജിലൻസിന് ആവശ്യപ്പെടാൻ അർഹതയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാടിനെതിരെ പോകുന്നത് അപകടമാണെന്ന തിരിച്ചറിവ് യോഗേഷ് ഗുപ്തയ്ക്ക് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി പാർട്ടിക്ക് മുകളിൽ തന്നെയാണ്. അതേസമയം അച്യുതാനന്ദൻ പാർട്ടിക്ക് കീഴെയായിരുന്നു ഭരണം നടത്തിയത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. തൃശൂർ പൂരം ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കാൻ ആവില്ല. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ പൂരം കലങ്ങില്ല. സുനിൽ കുമാർ. പൂരം കലക്കിയതിൽ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ലെന്നും ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാർ റിപ്പോർട്ട് കാണാതെ പരസ്യമായി പ്രതികരിക്കാനില്ല എന്നും പറഞ്ഞു. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ട് വന്നുകൊള്ളണമെന്നില്ലല്ലോ. റിപ്പോർട്ടിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അലങ്കോലപ്പെട്ടതിൽ ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഇല്ലെന്ന് വ്യക്തം. പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ചയുണ്ടായിരുന്നു. പരിചയക്കുറവും വീഴ്ചയും കാരണമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും രഹസ്യങ്ങൾ മുഴുവനും കാത്തു സൂക്ഷിക്കുന്ന വിശ്വസ്തൻ മുഖ്യമന്ത്രിക്കും
മുഖ്യമന്ത്രിയും മോദിയും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണ്. പൂരം കലക്കൽ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് എങ്ങനെ റിപ്പോർട്ട് നൽകുമെന്ന് ADGP അജിത് കുമാറിന് നല്ലപോലെ അറിയുമെന്ന് പൂരപ്രേമികൾ വ്യാപകമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പൂരം പലതവണ നടത്തി പരിചയമുള്ള കമ്മീഷണർമാരാണോ സ്ഥിരമായി തൃശ്ശൂരിൽ ഉണ്ടാകാറുള്ളത്? റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം പരിചയക്കുറവ് ആണ് ഇതിൽ സംഭവിച്ചതെന്ന്, ഞങ്ങളൊന്നും വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല എന്നാണ് ദേവസ്വവും പൂരപ്രേമികളും പറയുന്നത്. പ്രതിപക്ഷവും ദേവസ്വവും പൂരം കലക്കിയതിനെ പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. കെ മുരളീധരനും പ്രതിപക്ഷ നേതാവും നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചതുമാണ്. ഗംഗാവലിയിൽ തിരച്ചിൽ തുടരുന്നു. ഇതുവരെ കണ്ടെത്തിയതൊന്നും അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടതല്ല. തെരച്ചിൽ ഏകോപനമില്ലായ്മ തുടക്കം മുതലേ കാണുന്നുവെന്ന ആരോപണം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഗംഗാവലിയിൽ നദിയിൽ നിന്ന് ലോറിയുടെ എൻജിൻ കണ്ടെത്തി. കുറേ ഭാഗങ്ങളും കണ്ടെത്തിയത് ഒന്ന് അർജുൻ്റെ ലോറിയിൽ ഉള്ളതല്ല എന്ന് ഉടമ തിരിച്ചറിഞ്ഞു. അർജുൻ ഓടിച്ച വണ്ടി ഭാരത് ബെൻസാണ്. കിട്ടിയ എൻജിൻ ടാറ്റയുടേതുമാണെന്നാണ് പറയുന്നത്. സുനാമി പോലെ വെള്ളം ഇരച്ചു കയറിയതും ഏതോ വിധത്തിൽ വൻ സ്ഫോടനം ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങളാണ് ലോറികളുടെയും ടാങ്കറിൻ്റെയും ഭാഗങ്ങൾ കണ്ടത് പരിശോധിക്കുന്നതിൽ കാണാനാവുന്നത്. ഗംഗാവലി പുഴയിൽ ലോറിയുടെ ഉഗ്രൻ സ്ഫോടനത്തിൽ തകർന്ന നിലയിൽ സംശയം ബലപ്പെടുന്നു. ഇന്നലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ടാങ്കർ ലോറി ഭാഗങ്ങളെല്ലാം തന്നെ ശക്തമായ സ്ഫോടനത്തിലോ മറ്റോ തകർന്ന് ചുളുങ്ങിയ പോലെയുള്ള നിലയിലാണ് കാണാനിടയായത്. മണ്ണിടിച്ചിലിൽ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചോ പുഴയിലേക്ക് വീണോ, എന്ത് സംഭവിച്ചു? സ്ഫോടനത്തിൻ്റെ സൂചനകളാണ് ഇന്നലത്തെ തെരച്ചിലിൽ വ്യക്തമാകുന്നത്. സംഭവ ദിവസം വൻ സ്ഫോടനം ഉണ്ടായതായി മറുകരയിലെ താമസക്കാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. നേരത്തെ ലഭിച്ച ഇന്ധന ടാങ്കർ ലോറിയുടെ പിൻഭാഗം മാത്രമാണ് അപകടം നടന്ന ഉടനെ ലഭിച്ചത്. ഇന്നലെ ടാങ്കറിൻ്റെ സ്റ്റിയറിംഗ് അടക്കമുള്ള ബോഡിയിൽ ലഭിച്ചു. മണ്ണിടിച്ചിലിന് മാത്രം ടാങ്കർ ലോറി ഈ വിധത്തിൽ ഭാഗങ്ങൾ ചിന്നി ചിതറാനാകില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.